This is actually very large. ധാരാളം നോക്കിയേ മോട്ടോക്രോസ് സ്പെക്ക് ആയിട്ടുള്ളൊരു പോളോ ആണ്. ഐ ബിലീവ് ഇറ്റ്സ് എ 1.6 ഡാഷ്ബോർഡ് മൗണ്ടഡ് ECU. This is running, if you are curious, 245/40/18s AMG monoblocks. നീളം നമ്മുടെ ഫോർസിൻ്റെ വണ്ടിയാണ്, അത് DJ ബൂത്ത് വെച്ചിരിക്കുന്നത്. അതിനേക്കാളും നീളമുണ്ട്, അതിനേക്കാളും വീതിയുണ്ട്. It gets sold for like 150 plus because it's a championship winning car. So അതുകൊണ്ട് അത് You heard that right. 100+ crores. Come on, set. Hey guys, welcome back to another video. ഇന്ന് നമ്മൾ the F1 കാർ കാണാൻ പോവാണ് at the garage. At the garage. You know, it's a tongue twister. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലൂരെത്തി. We are almost there. നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് I'm going to show you what a real F1 car feels like. നല്ല രസമായിരിക്കും getting it up close and personal with a real F1 car. റിയൽ എന്ന് പറഞ്ഞാൽ റിയൽ ആണ്, കുറേ പേര് റിയൽ അല്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ റിയൽ മറ്റേ നമ്മുടെ റെഡ് ബുൾ റേസിംഗിൻ്റെ F1 കാറാണ്. പക്ഷേ അതിനകത്ത് എഞ്ചിൻ മാത്രം അവർ ഊരി വെച്ചിരിക്കുക. ദാറ്റ്സ് ഓൾ. The crowd is amazing. നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ഈ സൈഡിൽ മൊത്തം പാർക്കിംഗ് ഈസ് ആക്ച്വലി ഇവിടെ വന്നതാണ് ഈ വണ്ടി കാണാനായിട്ട്. ഫൈനലി ദ ഗേറ്റ്സ് ഹവ് ഓപ്പൺ. നമ്മളിപ്പോൾ അത് അതിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. വ്ളോഗ് ഇൻസെപ്ഷൻ. തിരക്കൊന്ന് പോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സ്ലോലി 1 by 1 ഓരോ വണ്ടികളും നമുക്ക് കാണാം. ദ F1 കാർ ഇസ് ഇൻസൈഡ്. I'm a big fan. Thank you. I love your Baleno videos. Thank you so much. I'm finally being recognized. Proud moment. But let's start with the cars over here. This is Akhil Vishnu's personal S10 Palio. This is a nice spec. I have another very customized, very highly resto-modded VTEC City. Beautiful. We have the Red Bull Racing, Red Bull can ulla Mini Cooper. Seeing this in real, it's crazy. We have the Turbo S over here, a lovely 124, a slammed out E90 V series, and yes, again Akhil personal Jimny. I just love this color and the whole modifications done to this car. ഇവിടെ കുറച്ച് Porsches rev battle ചെയ്യുന്നുണ്ട്. I believe these are not stock. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ സൗണ്ട്സ് ഗുഡ്. ബാങ്കർ കിറ്റ്സ് ഫോർ ദ റിച്ച് ആൻഡ് ദ ഫേമസ്. ഒച്ചയും പാളം ഉണ്ടായിക്കൊണ്ടിരുന്ന വണ്ടി ഇതാണ്. 997 Carrera. അവിടെ ഉള്ളത് another Carrera. It's good. രണ്ടിനും അടിപൊളി ഒച്ചയുണ്ട്. എക്സോസ്റ്റ് ഓൺ ദീസ് കാർസ് ആർ pretty fantastic. ധാരാളം നോക്കിയേ. എൽവിസ് ഇപ്പൊ എല്ലാവരും ഉണ്ട് ഫ്രെയിം. ഹാപ്പി ഫാമിലി. വേറെ എന്ത് വേണമെങ്കിലും അത് കഴിഞ്ഞാൽ ഓപ്ഷൻ കൊടുത്തു. So the base cost is 105. The alone is 16 to 20 CR. The chassis alone. The carbon fiber monocoque chassis is 8.3 crore. Front and rear wings are 2 crore. And the whole car is around 100 crores. This is the cost. It gets sold for like 150 plus because it's a championship winning car. So അതുകൊണ്ട് അത് You heard that right. 100+ crores. Come on, set. വേറെ അടിപൊളി ഐറ്റം കാണിച്ചിരാം. ദിസ് ഇസ് എ ഫുള്ളി റാലി സ്പെക്ക് അല്ല, നമ്മുടെ മോട്ടോക്രോസ് സ്പെക്ക് ആയിട്ടുള്ളൊരു പോളോ ആണ്. ഐ ബിലീവ് ഇറ്റ്സ് എ 1.6. രസമുണ്ട്. അഗ്രസീവ്. ലൈക്ക് അകത്തൊന്നുമില്ല. ഇറ്റ് ഈസ് ഫുള്ളി ഗട്ടഡ് റോൾ കേജ് ഉണ്ട്. ഗെറ്റ് ദി റേസിംഗ് സീറ്റ്സ്. വെരി അഗ്രസീവ് ബിൽഡ്. റോൾ കേജ് ഉണ്ടോ? നൈസ്. ഇങ്ങനത്തെ ദിസ് ഇസ് അഖിൽസ് പേഴ്സണൽ കാർ. അഗൈൻ റേസ് ഡൈനാമിക്സിന് ECU കിടക്കുന്നുണ്ട്. സ്റ്റാൻഡ് അലോൺ ഡാഷ്ബോർഡ് മൗണ്ടഡ് ECU. ഹൈഡ്രോളിക് ഹാൻഡ് ബ്രേക്ക്. ദാറ്റ് ഈസ് ഫണ്ടാസ്റ്റിക്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാൻ കിട്ടില്ല അധികം. ഇറ്റ്സ് ആക്ച്വലി വെരി റെയർ യു സീ ദീസ് തിങ്സ് ഇങ്ങനെ അപ്പ് ക്ലോസ് ആൻഡ് പേഴ്സണൽ. വെരി നൈസ്. അത് അപ്പുറത്തുള്ള ഒരു പോളോ ഉണ്ട് കാണിച്ചു തരാം. ദാറ്റ് ഇസ് ഓൾസോ ഐ ബിലീവ് ഇറ്റ്സ് ഓട്ടോക്രോസ് സ്പെക്ക് ആണെന്ന് തോന്നുന്നു. Over here, this is again a 1.6. As you can see, ഇതും ഇന്റീരിയറിൽ ടിൻറ്റ് ഉണ്ട്. കാരണം അധികം അകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. അതൊക്കെ നൈസ്.
is a Honda generator. Yes, very powerful twin turbo generator. This is one of my favorite Jimneys. Akhil's Jimny ആണ്. Flossings ഒക്കെ കണ്ടില്ലേ? Nice. പക്ക ഒരു കൂക്കി ജപ്പാൻ സ്പെക്ക് വണ്ടി. Even the color, the delivery, ഈ ചെറിയ റൈനോ. Now കുറച്ച് വണ്ടികൾ റിമൈനിങ് ഉള്ളൂ ആൻഡ് ക്രൗഡ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് വിൽ ഗോ ഇൻസൈഡ് ആൻഡ് ചെക്ക് ഔട്ട് ദി F1 കാർ. എല്ലാവരും F1 കാർ കാണാനാണ് വന്നത്. ഐ ആം ഹിയർ ടു സീ ദിസ്. ഇത് JDയുടെ ലാൻഡ് ക്രൂസറാണ്. ഐ ഹവ് സീൻ ദിസ് ഓൺലി ഓൺ വീഡിയോസ്. അപ്പ് ക്ലോസ് ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. വെരി ലവ്ലി. F1 കാർ അതിൻ്റെ അകത്ത് എവിടെ ഉണ്ട്, കയറി കാണാൻ ഒരു രക്ഷയില്ല. ഇവിടെ വരുമ്പോൾ യു ഹാവ് ദിസ് ലവ്ലി റിസ്റ്റോർഡ് BMW 3 Series. ഇത് ഏത് ജനറേഷൻ അതിൻ്റെ കോഡ് നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതിക്കോ. ബട്ട് ദീസ് BBS wheels on this car, എൻ്റെ മോനെ, ലുക്ക് റിയലി ഗുഡ്. ഇതൊക്കെയാണ് ക്ലീൻ സ്പെക്ക് എന്ന് പറയുന്നത്. ലുക്സ് ബ്യൂട്ടിഫുൾ. ഈ വണ്ടിക്ക് ശരിക്കും ആ സ്റ്റാൻസും ഈ വീൽസും പ്രോപ്പറായിട്ട് മാച്ച് ആവുന്നുണ്ട്. ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്ത് ഇറ്റ്സ് റണ്ണിങ് 235/40 18s. ലവ്ലി സെറ്റ്. ബാക്കിലൊക്കെ ഫിറ്റ്മെൻറ്റ് ഫ്ലഷ് ഫിറ്റ്മെൻറ്റ്, വെരി നൈസ്, ബ്യൂട്ടിഫുള്ളി റിസ്റ്റോർഡ്. ആൻഡ് ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ദിസ്? ദിസ് ഇസ് മൈ ചൈൽഡ്ഹുഡ് ഡ്രീം. എൻ്റെ ക്രഷായിരുന്നു ഈ വണ്ടി. ദിസ് ഈസ് രാജ്പാൾസ് VRS. വെരി ഡേഞ്ചറസ്ലി പാർക്ഡ് ഓവർ ഹിയർ. ബട്ട് ചെക്ക് ഔട്ട് ദ ഗട്ട്സ്. ഇത് കണ്ട് മടുത്താണെങ്കിലും എവറി ടൈം യു സീ ഇറ്റ് ഈസ് like reliving a childhood memory. This is a Carrera S W123 wagon. Combo. എവിടെ തിരിഞ്ഞാലും you find something interesting, you find something new and something very unique. Like check this out. This is a 123 wagon in this olive green color. എന്ത് രസമാണ് എനിക്ക്. Like the this is a left hand drive. ദൈവമേ. Hi. Hello bro. Casual vlogging. This is a left-hand drive vehicle. Check this out. Interiors are noiko. Very period correct. Time capsule na cover. The painted roof carriers and all. Very nice. To the back also. Very, very nice. I believe this is a diesel. Look at the body lines. Look at restored. Beautifully restored. Body lines. Over here you have the presidential ambulance, which is the 124 in the extended station wagon conversion type car. In the correct body code in Canada, but this is based off the W124. Again, the color combinations are so period correct. And check out the wheel fitment. Again, on point. This is running, if you are curious, 245/40 18s. AMG monoblocks. Beautifully restored. ഇതിനകത്ത് വേറെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ആംബുലൻസ് അല്ല ഇപ്പം ഇത്. I believe it's going to be, I don't know. Akhil, if you're watching, comment down below. Yeah, just check out the craftsmanship. Paint in the quality. Look at panels like quality under. Like it is dead straight. Other what? Check out this. This is the SS80 Maruti 800 and the paint job. The quality of the paint job on this. And they may puttiya arangana factory naranga puttan BMWs-ne കാളും പെയിൻറ്റ് ജോബ് ക്വാളിറ്റി ഉണ്ട്. ബിക്കോസ് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് ഈ ഓറഞ്ച് പീലും അതൊക്കെ ഇറ്റ് കംസ് ആസ് സ്റ്റാൻഡേർഡ്. നൗ ഐ ഡോണ്ട് നോ വൈ കാർ മാനുഫാക്ചേഴ്സ് ആർ നോർമലൈസിങ് ഇറ്റ്. പണ്ടൊന്നും അങ്ങനെയല്ല, പക്ഷേ ഇപ്പോൾ അത് നോർമലൈസ് ചെയ്യുക. ഓറഞ്ച് പീൽ ഇസ് ദി ന്യൂ OEM എന്നാണ് പറയുന്നത്. ബട്ട് ചെക്ക് ഔട്ട് ദ പെർഫെക്ഷൻ ഓൺ എ പെയിൻറ്റ് ജോബ് ലൈക്ക് ദിസ്. Damn, this is what I am interested in. ഇങ്ങനത്തെ പ്രോപ്പർ പീരിയഡ് കറക്റ്റ് ബ്യൂട്ടിഫുൾ റെസ്റ്റോറേഷൻസ്. Seeing this up close and personal, ഒരു ഭയങ്കര മീറ്റ് യുവർ ഹീറോ മൂമെൻറ്റ്സ് ആണ്. ആക്ച്വലി എന്ത് വലുതാണെന്ന് അറിയാം. നമ്മൾ F1 TV-യിൽ കാണുമ്പോൾ ഒരു വണ്ടി ഇത്രയും വലുതാണെന്ന് നമ്മൾ വിചാരിക്കില്ല. ദിസ് ഈസ് ലോങ്ങർ ആൻഡ് റിയലി വൈഡർ ദാൻ മോസ്റ്റ് ഓഫ് ദ റോഡ് കാർ. നമ്മൾ കാണുമ്പോൾ ഒരിക്കലും TV കാണുമ്പോൾ ഒരിക്കലും അത് പറയില്ല അല്ലെങ്കിൽ വിചാരിക്കില്ല. ദിസ് ഈസ് ആക്ച്വലി വെരി ലാർജ്. നീളം നമ്മുടെ ഫോഴ്സിൻ്റെ വണ്ടിയാണ് അത് DJ ബൂത്ത് വെച്ചിരിക്കുന്നത്. അതിനേക്കാളും നീളമുണ്ട്, അതിനേക്കാളും വീതിയുണ്ട്. ഫ്രണ്ട് നോസ്, ദി ഹേലോ, ഇതൊക്കെ ഉണ്ട് ഈ വണ്ടിക്കകത്ത്. ഫുള്ളി കാർബൺ ഫൈബർ ഐ ബിലീവ്. എൻ്റെ മോനെ എന്താ അല്ലേ. പിന്നെ ഇത് നമ്മുടെ ഫോഴ്സിൻ്റെ ട്രാക്സ് വിച്ച്
is converted into a DJ booth. Off-road tires ഒക്കെ ഉണ്ട്. Not bad at all. This is the behind the scenes of the event. പറയുന്ന പോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. So yes, that was it. That was the Red Bullൻ്റെ F1 കാറിൻ്റെ ചെറിയൊരു അൺവീലിംഗ് ആൻഡ് ഇവൻറ്റ്. What a lovely evening. അടിപൊളിയായിരുന്നു. I really enjoyed it. I got to see the F1 car up close and personal. ശരിക്കും അതിൻ്റെ ഭീകരത ആ വണ്ടി നേരിട്ട് കാണുമ്പോൾ ടി വി കാണുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവില്ല. ഹൗ വൈഡ്, ഹൗ ലോങ്, ആൻഡ് ടയറിൻ്റെ ഒക്കെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടി വിയിൽ നമ്മൾ കാണുന്ന പോലെയല്ല. ഇറ്റ് ഇസ് എ ടോട്ടലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം. എന്തായാലും ആ ഡേ വെൽ സ്പെൻഡ് ആൻഡ് കുറേ ലവ്ലി കാർസും കാണാൻ പറ്റി. അഖിലിനെ കണ്ടു, ജയനെ കണ്ടു, എൽവിസിനെ കണ്ടു. വി കോട്ട് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ്. So overall a success in my opinion, and do keep watching guys. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റും ടോപ്പിക്സ് ആയിട്ട് വരാം. So till then, have fun, drive safe and God bless. Bye.